തിരുവനന്തപുരം നേമത്ത് പ്രസവത്തെ തുടർന്ന് അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ അക്യുപഞ്ചർ ചികിത്സകൻ പിടിയിൽ. വെഞ്ഞാറമൂട് സ്വദേശി ഷിഹാബുദ്ദീനാണ് പിടിയിലായത്. വിവരങ്ങളുമായി VS അനുരാഗ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും. അനുരാഗ്, ഇയാളിപ്പോൾ എവിടെ നിന്നുമാണ് പിടിയിലായത്? ഇയാൾക്കായുള്ള തിരച്ചിൽ അത് പോലീസ് ഊർജിതമാക്കിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. കൊച്ചിയിൽ നിന്നാണ് അക്യുപഞ്ചർ ചികിത്സകനായ വെഞ്ഞാറമൂട് സ്വദേശി ഷിഹാബുദ്ദീൻ പിടിയിലായത്. നേമം പോലീസ് ഇപ്പോൾ തിരുവനന്തപുരം സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ്. മരിച്ച ഷെമീറ ബീവിക്ക് അക്യുപഞ്ചർ ചികിത്സ നൽകിയിരുന്നത് ഈ ഷിഹാബുദ്ദീനാണ്. ഇയാളുടെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഷെമീറയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിൽ നിന്ന് ഭർത്താവ് നയാസ് വിലക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. ആ തരത്തിലുള്ള ആരോപണങ്ങളൊക്കെയും ആ ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. ഇനി വിശദമായ ചോദ്യം ചെയ്യലിൽ ഇയാളുടെ പങ്ക് കൂടി വ്യക്തമായാൽ കേസിൽ പ്രതി ചേർക്കാനാണ് നേമം പോലീസിന്റെ തീരുമാനം. ഏതായാലും രാവിലെ തന്നെ വിശദമായ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോഴും അത് തുടരുകയാണ്. അതിനൊപ്പം തന്നെ ഈ റിമാൻഡിലായ ഭർത്താവ് നയാസിനെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ഈ രണ്ടുപേരുടെയും ചോദ്യം ചെയ്യലിൽ മറ്റ് കൂടുതൽ പേർക്ക് പങ്കുണ്ടെങ്കിൽ അവരെ കൂടി പ്രതി ചേർത്ത് കേസ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അനുരാഗ്, അതായത് ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണല്ലേ? കാരണം ഇത്തരത്തിൽ ആശുപത്രിയിൽ കൊണ്ടുപോയത് ഭർത്താവ് വിലക്കിയ ഒരു സാഹചര്യത്തിൽ ഇയാളുടെ കൂടി അഭിപ്രായം നയാസ് കണക്കിലെടുത്തു എന്നൊരു പ്രാഥമിക നിഗമനം നമുക്ക് മുന്നിലുണ്ട്. തീർച്ചയായും ആ തരത്തിലുള്ള ആരോപണങ്ങൾ ബന്ധുക്കൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. മരിച്ച സ്ത്രീയുടെ ബന്ധുക്കൾ ആ തരത്തിൽ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഷിഹാബുദ്ദീനാണ് അക്യുപഞ്ചർ ചികിത്സ നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളുടെ നിർദ്ദേശം കൂടി ഉണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോകാത്തതിൽ എന്നുള്ള കാര്യം ബന്ധുക്കളുടെ ആരോപണം ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഇയാൾക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിരുന്നു പോലീസ്. പിന്നാലെയാണ് ഇയാൾ എറണാകുളത്തേക്ക് കടന്നത്. അതിനുശേഷം നേമത്ത് സ്പെഷ്യൽ ടീം തന്നെ ഇയാൾക്കായി വലവരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എറണാകുളത്ത് നിന്ന് പിടിയിലായതും തിരുവനന്തപുരത്തേക്ക് എത്തിച്ച് നേമം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. എന്തായാലും ഈ ചോദ്യം ചെയ്യൽ ഇയാളുടെ പങ്ക് വ്യക്തമായാൽ ഇത് തന്നെ കേസിൽ പ്രതി ചേർക്കുകയും മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. അതിനൊപ്പം ഈ ഭർത്താവ് റിമാൻഡിലായിട്ടുണ്ടായിരുന്നു. ഇയാളെ കൂടി കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നടപടി പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. ശരി, VS അനുരാഗാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.